ഇന്നത്തെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അതുപോലെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. മുട്ട ഇപ്പം നമ്മളിവിടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇവിടുന്ന് ചൂടായി വരുമ്പം നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ സ്പാച്ചില കൊണ്ട് ഇത് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. വലിയ വലിയ പീസാക്കി വേണം നമ്മൾ ഈ മുട്ട ഇവിടെ നിന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ. മുട്ട നമ്മൾ ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട, കുറച്ചൊന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത ഈ മുട്ട നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോറും ചേർത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചൊന്ന് വന്ന് ചെറിയൊരു ക്രീമി പരുവായി വരുമ്പം നമ്മളിവിടെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ സമയത്തൊന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മളൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ട വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.